ഞങ്ങൾ എവിടെ പോവാന്നറിയാവോ? ഞങ്ങളിവിടെ സ്പൈസസിൽ പോവുക. എനിക്കറിയത്തില്ല എവിടെ പോകുന്നേ. നിനക്കറിയത്തില്ല, നീ അല്ലേ എന്നോട് ഏതാണ്ട് പറഞ്ഞത്. എങ്ങോട്ട് ഇറങ്ങിയത്? കണ്ടോ എന്റെ മൂടി കളഞ്ഞ? കണ്ടോ എന്നാ അതല്ലേ ഞാൻ റെഡി ആയത്. എന്റെ റെഡി ആവുന്നത് ഇങ്ങനൊക്കെ തന്നെ വിളറിയിരിക്കുന്നത്. അല്ലാണ്ട് വിളറി ഞാൻ ജില്ലെന്നല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾ സ്പൈസസിൽ പോവുക. അതെന്നല്ലേ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ റെഡിയാവുക. എനിക്ക് ഓവറായിട്ട് മേക്കപ്പ് ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ പിന്നെ 2 ലോഡ് കുട്ടി പിടിച്ചോണ്ട് കുഴപ്പമില്ല. അറിയുന്നില്ല കേട്ടോ, ഇത് കുളി വലുതായൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉടനെ ഇപ്പൊ കുളിച്ചിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. ഇതിനെ നോക്ക്, ഉറക്കത്തിൽ എഴുതിട്ട് വരുന്നത്. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രവൃത്തി എന്താണെന്നറിയാവോ? ഉറങ്ങുക, കഴിക്കുക, ഉറങ്ങുക, കഴിക്കുക. ഈ രണ്ടിനും എനിക്ക് മര്യാദയ്ക്ക് ഇപ്പം സമയം പോലും കിട്ടുന്നതാ. നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മൾ കഴിക്കാൻ പോകുന്നത് സ്പൈസസിൽ പോകുന്നു. സ്പൈസസിൽ പോവുക ഞങ്ങൾ. സ്പൈസസ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ വെളിയിലൊരു ക്യാൻറ്റീൻ പോലത്തെ സംഭവമുണ്ട്. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു ഹോസ്പിറ്റലിൻ്റെ അകത്ത്. അങ്ങനെ വേണേ പറയുക, ഹോസ്പിറ്റലിൻ്റെ ഈ കോലത്തിലോ. ഇവിടെ വേറെ സോറി 222 വിടാകും. ഇവിടെ എഴുതണ്ടേ? എഴുത് സ്പൈസസ്. ഈ മഹത് വ്യക്തി പോയിട്ട് ഇപ്പോഴാണ് എന്നോട് പറയുന്നത് ഫുഡിന്റെ കാര്യത്തില് ഫീലായടാ. ഫുഡിന്റെ കാര്യത്തില് വല്ലാണ്ട് ഫീലായി. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിനകത്ത് ഫുഡ് കഴിക്കാൻ പോയി. ഇതുണ്ടോ എന്റെ തലയ്ക്ക് ചുറ്റോ? തലയ്ക്ക് ചുറ്റില്ല. പോയി ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയ ഈവനിങ് 9 മണി സംതിങ് ആയതേ ഉള്ളൂ. ഒറ്റ മനുഷ്യൻ എല്ലാ ദിവസം മഴ പെയ്ത് കിടക്കും ഇവിടെ ഫുള്ള്. ഒറ്റ മനുഷ്യൻ 12 മണിയുടെ ലുക്ക്. അങ്ങനെയല്ല, അത് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ഞാൻ ബ്ലിങ്കി അവിടെ ഒറ്റയ്ക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഹാർട്ട് എമർജൻസിയിലെ 2 ചേട്ടന്മാർ ഇങ്ങനെ തോർന്ന് നിൽക്കുക. ഇത്രയും നല്ല സ്ഥലത്താണ് ഈ ചെറ്റൻ ന്യൂള ഡ്രസ്സ് പിടിക്കൊണ്ട് വന്നത്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഫസ്റ്റ് ടൈം അല്ലേ ഇത്. ഫുള്ളി ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങുക. ഏത് മതിൽ അടി ഇറങ്ങുക. കുറെ സെക്യൂരിറ്റിയുടെ സെക്യൂരിറ്റി തെറി പറയുമായിരിക്കും. 5 മിനിറ്റ് ഒന്നും പറഞ്ഞ് ഇറങ്ങില്ല. കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഫുഡ്? പറയൂ, വാട്ട് ഈസ് ദ മറ്റേ നിന്റെ അഭിപ്രായം? ഞാൻ പറയട്ടെ, ദിസ് ഈസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് മസാല ദോശ ഇൻ ഡൽഹി. സോ നമ്മുടെ നാട്ടിൽ അത്ര രുചിയൊന്നുമില്ല. എന്നാലും പിന്നെ നാടിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലൊരു ഐറ്റം കഴിക്കണം. പണ്ടൊക്കെ ഞാൻ മസാല ദോശ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോഴത്തേന് മസാല ദോശ മേടിച്ചു തരും. അപ്പം മസാല ദോശ കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിർബന്ധിച്ച് അമ്പലത്തിൽ പോയ ചരിത്രങ്ങളുണ്ട്. ഒരു മസാല ദോശ ഫാനാണ് ഞാൻ. അപ്പം ആ മസാല ദോശയുടെ അത്ര എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. തിന്നു കഴിഞ്ഞിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ഓ ചെറ്റ കാണുന്നുണ്ടോ? ചോറ് മീനും നല്ല ഇപ്പം ഇല്ലേ, നല്ല വരയിട്ട ചോറ്.
കുത്തരി ചോറോ അല്ല ചാക്കരി ചോറോ? ചോറിന്റെ വേറെ ഇട്ടത് കുത്തരി. ആ കുത്തരി ചോറും നല്ല ആവി പറക്കുന്ന കുത്തരി ചോറിന്റെ മുകളിൽ നല്ല കട്ട മോരുകറി, നല്ല കുറുകിയ മോരുകറി ഒഴിച്ചിട്ട് സൈഡിൽ മറ്റേ നമ്മൾ ആവി പറക്കുന്ന നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടത് അവിടെ ഒരു അടിപൊളി ബീഫും ഒരിച്ചിരി മാങ്ങാക്കറിയും ഒരിച്ചിരി പയറുവേറെ വേണം നിർബന്ധമൊന്നും ഇല്ല. എന്തായാലും കംപ്ലീറ്റ് ഒരു ഡെക്കറേഷന്, പാത്രത്തിന്റെ സൈഡിലൊരു ഡെക്കറേഷന്. പിന്നെ നല്ല മീൻകറി, നല്ല ചുമല കളർ കുറുകിയിരിക്കുന്ന മീൻകറി സൈഡില്. മറ്റേ കഷ്ണം മീനില്ലേ അതിങ്ങനെ കുറുകിയിരിക്കുന്ന സൈഡില്. സ്വർഗം. അത് കഴിക്കാൻ ഇപ്പൊ തോന്നുന്നുണ്ട്, പക്ഷെ അത് കിട്ടിയല്ലോ, നാട്ടിലല്ലല്ലോ, അതുകൊണ്ട് കിട്ടിയത് കഴിക്കും. അതുകൊണ്ട് കേറി വാ മതിലും ചാടി. ഞങ്ങളിങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോഴത്തേനും ഇല്ലേ ആൾക്കാർ ചിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമാണ്. അതന്നെ. പിന്നെ അത് പറഞ്ഞപ്പോഴാ എനിക്കിപ്പം 20 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കൈയടിക്കും എനിക്കിഷ്ടല്ല അങ്ങനെ. അയ്യോ ഇത് ഞങ്ങളുടെ പഞ്ചിങ് ഏരിയ, ഇവിടെയാണ് ഞങ്ങൾ വന്ന് പഞ്ച് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഇറങ്ങ. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി. ഇത്രയും ദൂരമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്റ്റൽ. അത് ഹോസ്പിറ്റൽ, ഇത് ഹോസ്റ്റൽ. ഇത്രയും ദൂരമുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലും ചേട്ടാ. ഈ ചേട്ടനോട് ഞാൻ 5 മിനിറ്റ് ഒന്നും പറഞ്ഞിട്ട് അറിയുമ്പോൾ ചേട്ടൻ മൈൻഡ് പോലും ചെയ്യാത്ത ഞങ്ങളുടെ ഭാഗ്യം. കണ്ടോ ഒപ്പിടുന്ന ആചാരങ്ങൾ. ഓ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദുരന്തം പറച്ചൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇരുട്ടായി, നമ്മളെ കാണാവോ? ഇരുട്ടല്ല, വെട്ടമായി. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ദുരന്തം പറച്ചിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്. അപ്പുകുട്ടൻ പേര് പറയണി. ബൈ ബൈ.